കേരളം മുന്നോട്ട് വെച്ച ഓരോ സംസ്ഥാനത്തിൻ്റെയും അധികാരങ്ങൾ സംരക്ഷിക്കാനും ജനതാൽപര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഈ ബൃഹത്തായ സമരത്തിൽ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നു. BJPയുടെ RSS അജണ്ട നടപ്പിലാക്കുന്ന ഈ നയങ്ങൾക്കെതിരായിട്ട് ശക്തമായ ബഹുജന മുന്നേറ്റം ഉണ്ടാകണം. കേരളത്തിലാകട്ടെ ഈ സമരം രാവിലെയാണെങ്കിൽ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ കേരളത്തിലെ എല്ലാ ബൂത്തുകളിൽ നിന്നും ചെറിയ ചെറിയ ജാഥകളായി പഞ്ചായത്ത് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു. അവിടെ വലിയ ബഹുജനങ്ങളുടെ ഒരു മുന്നേറ്റമായി. അങ്ങനെ നിരവധി സമരമുഖങ്ങൾ, പ്രതിഷേധ സമരങ്ങൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടായി. ഇതും ഒരു ബഹുജന മുന്നേറ്റമായി കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമുണ്ടാകണം. കേരളം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. കേരളം ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് വളർന്നു വന്നതാണ്. ഇനിയും കേരള ജനതയുടെ താല്പര്യം സംരക്ഷിക്കാനുണ്ട്. ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോട് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന്, എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രതിപക്ഷത്തെ ഞങ്ങൾ ക്ഷണിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും നിങ്ങൾ കൂടി ഈ സമരത്തിൽ പങ്കെടുക്കണം, ഇത് ഞങ്ങളുടെ മാത്രം ഭരണകക്ഷികളുടെ മാത്രം പ്രശ്നമല്ല, ഇത് 3.5 കോടി കേരളീയരുടെ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ കൂടി ഈ സമരത്തിൽ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്കെല്ലാം കൂടി യോജിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഡൽഹിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാം എന്ന ആവശ്യം അവരുമായിട്ട് ചർച്ച ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾ ആലോചിച്ച് 2-3 ദിവസത്തിനകം മറുപടി പറയാം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്യാൻ ഡൽഹിയിലില്ല, BJP ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്യാൻ ഞങ്ങൾ ഡൽഹിയിലേക്കില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. നിങ്ങളോടൊപ്പം സമരം ചെയ്യാൻ ഞങ്ങളില്ല, ഞങ്ങൾ പ്രത്യേക സമരം ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാം. BJP ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് തുറന്നു പറഞ്ഞ ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ആ പ്രതിപക്ഷം ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? കേരള ജനതയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനാണോ? കേരളത്തിൽ റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും നിർമ്മിക്കാൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ, വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിയെടുക്കാൻ, ഈ കേരളത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾക്ക് പിന്തുണ തരാൻ ഞങ്ങളില്ല എന്നല്ലേ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്? ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അതുതന്നെയാണ് കർണാടക ഗവൺമെൻറ് അവിടെ നടത്തിയ സമരത്തിൽ അവിടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പ്രസംഗിച്ചത്. കേരളം ഒരു മാതൃകയാണ് ഇക്കാര്യത്തിൽ. കേരളത്തിൻ്റെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പാർലമെൻറ്റിൽ ചില നേതാക്കൾക്ക് അത് പറയേണ്ടി വന്നു. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തികച്ചും ജനവിരുദ്ധന്മാരോടൊപ്പമാണ്, BJPയോടൊപ്പമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങളാണ് അവർ സംരക്ഷിക്കുന്നത്. അവർ കേരള വിരുദ്ധരാണ്. 3.5 കോടി കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് രൂപപ്പെട്ടു വരികയാണ്. ഇത് കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അവരോടെല്ലാം ഞാൻ സവിനയം അഭ്യർത്ഥിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം നാളെ വൈകുന്നേരം 4 മണിക്ക് AKG സെൻറ്ററിൽ ചേരും. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ 10 മണിക്ക് ചേരുന്നുണ്ട്. CPMൻ്റെ തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗം 11, 12 തീയതികളിൽ ചേരും. എല്ലാ പാർട്ടികളും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളും യോഗങ്ങൾ ചേർന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ സംഘടന ശക്തിപ്പെടുത്തിയും അവരുടെ സംഘടനയാകെ ചേർത്ത് പിടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സംഘടനാപരമായിട്ട് തയ്യാറെടുപ്പുകൾ ഓരോ പാർട്ടിയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിനാണ് സാധ്യത. തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങളോട്, സാധാരണ LDF യോഗം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണാറുണ്ട്. അതിൻ്റെ ഭാഗമായി നാളെയും നിങ്ങളെ കാണാം. എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ നാളെ നിങ്ങളെ അറിയിക്കാം.